ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പല്ലെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, ഉടനെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്. അപ്പോൾ ഏറ്റവും പ്രധാനം എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് പറയാം. ആദ്യമായിട്ട് ആ പല്ലെടുത്ത ഭാഗത്ത് കടിച്ചു പിടിക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ പഞ്ഞി അല്ലെങ്കിൽ ഗോസ് ഡോക്ടർ വെച്ച് തരും. ഇത് ഒരു 30-45 മിനിറ്റ് നേരം കടിച്ചു പിടിക്കുക. അത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വളരെ ആവശ്യമാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കാതിരിക്കുക. ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് അത് 45 മിനിറ്റോളം അത് കടിച്ചു പിടിക്കുക. അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് കളയുക. അതുപോലെ തന്നെ പല്ലെടുത്ത ഭാഗത്ത് മുഖത്ത്, ഇപ്പോൾ ഈ വായിലെ പല്ലാണ് എടുത്തതെങ്കിൽ ഈ ഭാഗത്ത് മുഖത്ത് ഒരു ഐസ് പാക്ക് വെക്കുക. ഐസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണിയിൽ ഒരു ഐസ് കഷ്ണം എടുത്തിട്ട് അത് തുണിയിൽ കവർ ചെയ്തിട്ട് ഇവിടെ വെക്കുക. അത് നീര് വരാതിരിക്കാനും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ്. അതുപോലെ ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്ന് ആ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ കഴിക്കുക. എത്ര ദിവസം കഴിക്കണമെന്ന് പറഞ്ഞ് ഇന്ന ടൈമിന് ഇത്ര ദിവസം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുക. സോഫ്റ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. ഏറ്റവും നല്ലത് കഞ്ഞി അല്ലെങ്കിൽ 1-2 ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും ഈ പഞ്ഞി എടുത്ത് കഴിഞ്ഞിട്ട്. അതുപോലെ തണുത്ത ജ്യൂസ് കുടിക്കാം. അപ്പോൾ ഈ പല്ലെടുക്കുക എന്ന് പറയുന്നത് ഒരു മരവിപ്പിച്ച് ചെയ്യുന്ന പ്രൊസീഡിയറാണ്. എന്ന് പറഞ്ഞാൽ ലോക്കൽ അനസ്തേഷ്യ ആ ഭാഗത്ത് മരവിപ്പിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ തരിപ്പ് ഒരു 1-2 മണിക്കൂർ, ചിലപ്പോൾ അതിനേക്കാൾ ഇച്ചിരൂടെയൊക്കെ കൂടി നിൽക്കാം. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് ഈ പല്ലെടുത്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു ഇച്ചിരി നീരും ഡിസ്കംഫർട്ടും ഒക്കെ കാണും. അത് സ്വാഭാവികമാണ്, അത് ഗവനിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് പല്ലെടുത്ത് കഴിഞ്ഞിട്ട് ആ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ അന്ന് തന്നെ ബ്രഷ് ചെയ്യണതിന് കുഴപ്പമില്ല. ആ ഭാഗത്ത് ബ്രഷ് ഉപയോഗിക്കരുത്. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങൾ, ഇപ്പോൾ പല്ലെടുത്ത് കഴിഞ്ഞ് ഈ ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാകാം. ഇതെപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കാതിരിക്കുക. അത് സോളോ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കുലുക്കുഴിയുന്നത് വളരെ സോഫ്റ്റായിട്ട് വേണമെങ്കിൽ കുലുക്കുഴിയാം, അല്ലാതെ വളരെ ഹാർഡായിട്ട് വിഗറസായിട്ട് കുലുക്കുഴിയാതിരിക്കുക. അതുപോലെ തന്നെ ഒരു 3 ദിവസത്തേക്ക് സ്റ്റിക്കി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഉദാഹരണത്തിന് ചപ്പാത്തി, ബ്രെഡ്, ബിസ്ക്കറ്റ്, ഇതൊന്നും കഴിക്കാതിരിക്കുക. പല്ലെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ ഈ ജ്യൂസ് എന്തെങ്കിലും കുടിക്കുമ്പോൾ നമ്മൾ സ്ട്രോ ഉപയോഗിക്കാതിരിക്കുക. വായുടെ അകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ വരുമ്പോൾ ആ ക്ലോട്ട് അവിടെ നിന്ന് ഇളകാനും ബ്ലീഡിങ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും സ്ട്രോ ഉപയോഗിക്കരുത്. അതുപോലെ ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. സ്പൈസി ഫുഡ് കഴിവതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഹോട്ടായിട്ടുള്ള ചായ കാപ്പിയൊന്നും കുടിക്കാതിരിക്കുക. അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഈ പെപ്സി, കൊക്കക്കോള അതുപോലുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ഭാഗത്ത് ലോക്കൽ കൊടുത്തതായത് കാരണം ചിലപ്പോൾ കുറച്ച് നേരം മരവിപ്പുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഈ നാക്ക് കടിച്ചു മുറിക്കാനോ അല്ലെങ്കിൽ കവിളിൻ്റെ ഉൾഭാഗം കടിച്ചു മുറിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ചുണ്ട് ഈ പെരുത്തിരിക്കണ കാരണം ഇതുപോലുള്ള കടിച്ചു മുറിച്ചാൽ ചിലപ്പോൾ അറിയത്തില്ല. അത് വളരെ സൂക്ഷിക്കുക, എസ്പെഷ്യലി കുട്ടികളിൽ. അതുപോലെ തന്നെ പല്ലെടുത്ത ഭാഗത്ത് വിരൽ കൊണ്ടോ നാക്ക് കൊണ്ടോ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ടോ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കാതിരിക്കുക. അത് ആ ക്ലോട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഡിസ്ലോഡ് ചെയ്യാനും ബ്ലീഡിങ് വരാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ആ ഭാഗം ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കഴിവതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ പല്ലെടുത്ത് കഴിഞ്ഞ് 1-2 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ ചില കാര്യങ്ങൾ മറച്ചു വെക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിന് ബ്ലീഡിംഗ് ഉള്ള ചില അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങൾ, ഇത് ബ്ലീഡിങ് ഉണ്ടായാൽ ചിലപ്പോൾ നിൽക്കത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പല്ലെടുക്കുന്ന ഡോക്ടറോട് മറച്ചു വെക്കാതിരിക്കുക.
അതുപോലെ ഹാർട്ടിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ, ലിവറിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അതൊന്നും മറച്ചു വെക്കാതിരിക്കുക. അതുപോലെ ഇദ്ദേഹം ക്ലോപ്പിഡോഗ്രിൽ, ആസ്പിരിൻ അതുപോലുള്ള മരുന്നുകൾ വല്ലതും കഴിക്കുന്ന ആളാണെങ്കിൽ അത് ഡോക്ടറോട് തുറന്ന് പറയണം. അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കാൻ സാധ്യതയില്ലാതെ വരും. അതുപോലെ ഏതെങ്കിലും മരുന്നിന് അലർജി ഉള്ള ആളാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ ലോക്കലിൽ തന്നെ വളരെ വളരെ റെയറായിട്ട് അലർജി വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കൊക്കെ അലർജി, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സിന് അലർജി ഉള്ളവർ, അപ്പോൾ അതെല്ലാം ഡോക്ടറോട് തുറന്ന് പല്ലെടുക്കുന്നതിന് മുമ്പ് തുറന്ന് പറയുന്നതാണ് നല്ലത്. അതുപോലെ പല്ലെടുത്ത് കഴിഞ്ഞ് യാതൊരു കാരണവശാലും പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യരുത്. പല്ലെടുത്തതിന് ശേഷം കൂടുതൽ നീര്, അല്ലെങ്കിൽ കൂടുതൽ വേദന, കൂടുതൽ ബ്ലീഡിങ് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്നുകൂടെ കാണുക, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് കാര്യം സംസാരിക്കുക. അപ്പോൾ ഇതാണ് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് ഇട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.